വേണ്ട 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 അവിടെ ചിക്കൻ അവിടെ ചിക്കൻ. അപ്പോൾ അവർക്കും ഭയങ്കര ഒരു ഓക്വേർഡ് പോലെ. അപ്പോൾ അവരും പെട്ടെന്ന് നമ്മളെ തന്നെ നോക്കിക്കണോണ്ട് നമുക്ക് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും 5ാമത്തെ നിലയിലേക്ക് പോവാം. നല്ല അടിപൊളി ബില്ലീസിൻ്റെ. ഹായ് ഓൾ, ഞാൻ ഹരി. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയിൽ വരുന്നത്. ഞങ്ങളിവിടെ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ സെപ്റ്റംബറിൽ 2 years ആവാണ്. ഈ ഒരു 2 yearsൻ്റെ ടൈം ഗ്യാപ്പിൽ ഞങ്ങളുടെ ഒരു 3ാമത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കും അഗിക്കും ഒരു മോർണിംഗ് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈ നോട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു ടൈമിൽ ഞങ്ങളിവിടെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് തന്നെ ഫ്രണ്ടിലുള്ളൊരു പാർക്കിലാണ് ഇരിക്കുന്നത്. ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഒത്തിരി എന്താ പറയുക, ഈ ഒരു സമ്മർ ടൈമിലാണ് ഇവിടെ പിള്ളേർക്കൊന്നും ക്ലാസ് ഇല്ലാത്തത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സമ്മർ വൈബിലാണ്. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാന്ന്. അപ്പോൾ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ടൂറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങൾ ഇന്നപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിലാണ് വന്നിരിക്കണത്. ഏകദേശം ടൈം ഇപ്പോൾ ഒരു 12 മണി ഉച്ചയായി. നല്ല വെയിലുണ്ട്, നല്ല കാലാവസ്ഥയാണ്. ഏകദേശം ഒരു 26 ഡിഗ്രി ടെമ്പറേച്ചർ, 26 to 30 ഡിഗ്രി. ചൂടുണ്ട്, ചൂടില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ വേർക്കുന്നുണ്ട് നൈസായിട്ട്. കാരണം ഇവിടെ വിൻ്റർ കഴിഞ്ഞിട്ട് വരുന്ന സമ്മർ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. നല്ല ടെമ്പറേച്ചറാണ്. നമുക്ക് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറങ്ങി നടക്കാം. എന്നാലും നമുക്ക് പിന്നെയും പെട്ടെന്ന് ഓടി കാറി കയറി ഇരിക്കാൻ തോന്നും. കാരണം പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അതൊന്നും വിഷയമല്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഒരു ചൂടും ഈ ഒരു വെയിലും ഇതൊക്കെയാണ് ഇഷ്ടം. നമുക്കാണ് ഇതൊക്കെ ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന നാട്ടിൽ നാവില്ലായിരുന്നു മതിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വേർത്തത് പിന്നെ പണിയെടുത്തിട്ടാണ്ട. ഹരിയുടെ ഫസ്റ്റത്തെ ആ ഒരു വീഡിയോ ഇല്ലേ, അതൊരു 5-6 ഒരു 7-8 പ്രാവശ്യം ടേക്ക് എടുത്തിട്ടാണ് ഒരു വീഡിയോ ഔട്ട് കിട്ടിയത്. സംഭവം വേറെ ഒന്നും നമ്മ വീഡിയോ എടുക്കാറില്ല കണ്ടിന്യൂസ് ആയിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. അതെ 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 അതെ. അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ 2 അപ്പാർട്ട്മെന്റ്സ് കണ്ട. ഇവിടെ ഉണ്ടോ നമ്മൾ താമസിക്കണത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കയറി കാണിച്ചു തരാം. അതിന് മുന്നേ ഞങ്ങൾ ഇരിക്കണ ഒരു ചെറിയൊരു പാർക്ക് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ സ്ഥലത്തിൻ്റെ പേരാണ് എഴുതിയേക്കണത്, ലീ സെൻറ്റർ പാർക്ക് എന്ന്. അത് ഈ പാർക്കിൻ്റെ പേരാണ്. ശരിക്കും ഞങ്ങളുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീ സെൻറ്റർ ഡ്രൈവ് എന്ന് പറയും. ഈ ഒരു സ്ഥലം തൊട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സ്കാർബ്രോ ടൗൺ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മോൾ, ഒരു വലിയൊരു മോളിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ്. ഭയങ്കര സെൻട്രൽ പ്ലേസ് ആണ്. സ്കാർബ്രോയുടെ തന്നെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതെ, ബസ്സൊക്കെ എപ്പോഴും ഉണ്ട് ഈ വഴിയെ. നമുക്ക് 2 ബസ് പോകുന്നുണ്ട്. ഒന്ന് 903 പോകുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ 134 2 ബസ്സും കിട്ടും. ഈ 134 903 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ് നമ്പറാണ്. ഇവിടെ പേര് വെച്ചിട്ടല്ല, ബസ് നമ്പർ വെച്ചിട്ടാണ് ഓരോ ബസ് ഉള്ളത്. അതിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇരിക്കണ ആ ഒരു പാർക്ക്. ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഈ പാർക്ക്. ഇവിടെ സമ്മറായിട്ടും ഈ പറഞ്ഞാൽ ഇന്ന് വ്യാഴാഴ്ചയാണ്, പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പാർക്കിൻ്റെ ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ വേറെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അത് 2 കോണ്ടോസ് ആണ്. ആ വൈറ്റ് ബിൽഡിംഗ് കാണുന്നത് ഒരു ഓഫീസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഹരി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ അപ്പാർട്ട്മെൻറ്റുള്ള സ്ഥലം കാണിച്ചു. അവിടെ ഇങ്ങനെ നല്ല വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെയിലി ഇവിടെ പാർക്കിൽ വന്ന് നടക്കാറുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഈ പാർക്കിലേക്കൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വന്ന് നടക്കാനുള്ള സമയം കിട്ടാറില്ല. കാരണം വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടാവാറില്ല. നേരെ കട്ടിലെ പോയി പടാവുക. അപ്പോൾ ഈ കാണുന്ന 2 അപ്പാർട്ട്മെൻ്റ് ആണ് നമ്മൾ നിൽക്കുന്നത്. ഇത് 2ലും അല്ല, 2ഉം വേറെ വേറെയാണ്. പക്ഷേ ഒറ്റ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരണാണ്ട്. നമുക്കെന്തായാലും അപ്പോൾ പാർക്കിൽ കിടന്ന് അധികം സമയം കളയാണ്ട് നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ടൂറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഏകദേശം 2 ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. ഹരി ഇവിടെ ഉണ്ട് 2 ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് 38 ലീ സെൻറ്ററും ഈ കാണുന്നത് 36 ലീ സെൻറ്ററും. 2ഉം ഏകദേശം 35 നിലയോളം ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഈ 38 ലീ സെൻറ്ററിൻ്റെ 7ാമത്തെ നിലയിലാണ് കേട്ടോ. നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് തന്നെ ഇവിടെ ടൗൺ ഹൗസും കാര്യങ്ങളും വരുന്നുണ്ട്.
അതല്ലാണ്ട് വേറെ കോണ്ടോസും കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇത് അപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, കോണ്ടോസ് ആണ് ഇത്. ഈ അപ്പാർട്ട്മെന്റ് കോണ്ടോസ് ഒക്കെ ഉള്ള എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ഞാൻ എന്തായാലും വീട്ടിൽ പോയിരുന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയാലോ. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു റൗണ്ട് അബൌട്ട് ഉണ്ട് ഇവിടെ. കാരണം 2 അപ്പാർട്ട്മെന്റിലേക്ക് പോകാനുള്ള പാർക്കിങ്ങും വിസിറ്റേഴ്സ് പാർക്കിങ്ങും രണ്ടിൻ്റെയും സൈഡിലായിട്ട്. അവിടെയാണ് വിസിറ്റേഴ്സ് പാർക്കിംഗ് ആ ബിൽഡിങ്ങിൻ്റെ വരുന്നത്, ഇവിടെയാണ് നമ്മുടെ വിസിറ്റേഴ്സ് പാർക്കിംഗ് വരുന്നത്. നമ്മുടെ എൻട്രൻസ് ഈ കാണുന്നതാണ് 38 ലീവ് സെൻ്ററിൻ്റെ. അപ്പോൾ നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അവിടെ 2 പാർക്കിംഗ് ഗേറ്റുകൾ കാണാൻ പറ്റും. അത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്. നമുക്കിവിടെ ഏകദേശം 2 ലെവൽ ഓഫ് പാർക്കിംഗ് ഉണ്ട്, P1ഉം P2ഉം. അതിൻ്റെ അകത്ത് P2ലാണ് എൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്കിത് നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി ആരൊക്കെ ഇവിടെ വന്നാലും നമുക്കിവിടെ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. റോട്ടിലിട്ട് വെറുതെ ഫൈൻ വാങ്ങിച്ചെടുക്കേണ്ട. പാർക്കിംഗ് അപ്പം നല്ല രീതിക്ക് വിശാലമാണ്. ഇത് വിസിറ്റേഴ്സ് പാർക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ പാർക്കിംഗ് ഇവിടെ ഉള്ള ടെനൻസിന് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത്. നമുക്കെന്തായാലും അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. പിന്നെ ഇതിൻ്റെ ലോബി സൈഡിലുള്ള ഞാൻ അധികം വീഡിയോ എടുത്ത് പറയൂല, കാരണം എനിക്ക് അറിഞ്ഞൂടാ, നമ്മങ്ങനെ പെർമിഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ. പിന്നെ സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ. അപ്പോൾ ആ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു പോവാം. ഇതിപ്പോൾ നമ്മുടെ ഈ പാർക്കിങ്ങിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ കൊണ്ട് കൈ കാണിച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിലേക്കുള്ള ഡോർ ഓപ്പൺ ആവും. നമുക്കപ്പോൾ ഇവിടെ കയറണമെങ്കിൽ വെറുതെ ഓടി കയറാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ അടുത്ത് കീയും ഒരു ഫോബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്കുള്ളത് ഇവിടെ നമ്മൾക്ക് അവരൊരു കോഡ് തന്നിട്ടുണ്ടാവും. ആ കോഡ് ഞെക്കി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോള് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകും കേട്ടോ. ആ കോഡ് ഞാൻ പഠിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയും. ഇതിൻ്റെ അകത്തൊരു കോഡ് ഞെക്ക, ഇത് വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഫോണിലേക്ക് കോൾ വരും. ഫോണിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഡോറ് തുറക്കും കേട്ടോ. അത്യാവശ്യം നല്ലൊരു ലക്ഷറി കോണ്ടോ ഉണ്ട്. ഞാനിവിടെ അധികം ഒച്ചയെ പറയാനില്ല, കാരണം ഇഷ്ടംപോലെ റെസിഡൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇതപ്പാണ് നമ്മുടെ മെയിൽ ബോക്സ് സെക്ഷൻ. ഇവിടേക്കാണ് നമ്മുടെ മെയിൽ പോസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. എല്ലാ റൂമിനും ഈ പറഞ്ഞ പോലെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ അടുത്തൊരു കീ ഉണ്ടാകും, അത് വെച്ച് ഓപ്പൺ ചെയ്താൽ മതി. ചെറിയൊരു നോട്ടീസ് ബോർഡ് ഉണ്ട്. നമുക്കൊരു ഗെയിമിംഗ് റൂം ഉണ്ട്, നല്ലൊരു പാർട്ടി ഹാളുണ്ട്, പിന്നെന്താ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിമ്മുണ്ട്. അതൊക്കെ 5ാമത്തെ നിലയിലാണ് പറഞ്ഞത്. പാർട്ടി ഹോളും കാര്യങ്ങളൊക്കെ 5ാമത്തെ നിലയിൽ, ജിമ്മ്, പാർട്ടി റൂം. നമുക്കപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം തന്നെ 5ാമത്തെ നിലയിലേക്ക് പോവാം. 5ാമത്തെ നിലയിലാണ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിമ്മുണ്ട്, പാർട്ടി ഹാളുണ്ട്, ഒരു ഓപ്പൺ പാറ്റിയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഞങ്ങൾ 2 പേരും 5ാമത്തെ നിലയിലേക്ക് പോവാം. അപ്പോൾ 5ാമത്തെ ഫ്ലോറിൻ്റെ ലോബിയിലെത്തിയിട്ടാ നമ്മുടെ ഹരി അങ്ങോട്ട് നടന്നുകൊണ്ട്. സത്യം പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഏകദേശം 1 വർഷമായെങ്കിലും ഞങ്ങൾ ഈ 5ാമത്തെ ഫ്ലോറിലേക്കൊന്നും വരാറില്ല. കാരണം ജിമ്മൊന്നും അത്രയ്ക്കും സെറ്റപ്പ് ഒന്നുമല്ല, പിന്നെ സ്വിമ്മിംഗ് പൂള് എനിക്ക് അങ്ങനെ യൂസ് ചെയ്യണത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗത്തേക്കൊന്നും വരാറില്ല. കണ്ടോ, ഈ ലോബിയിൽ കൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് ഇവിടെയും ഫോബ് യൂസ് ചെയ്യണം. ഫോബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടോ, ജിം ആൻഡ് സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോബ് ഇവിടെ യൂസ് ചെയ്യണം. നമുക്ക് ഫോബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നൊരു ഡോർ തുറക്കാം, നേരെ ഉള്ളിലേക്ക് പോകാം. അതും തുറന്ന് നേരെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ബുക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് വന്നിരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് കിട്ടാ. ഞാൻ തുടക്കത്തിലൊക്കെ ഭയങ്കര ശുഷ്കാന്തി കാരണം ബുക്സ് ഒക്കെ എടുത്തുകൊണ്ടൊന്ന് വായിക്കുമായിരുന്നു, ആരംഭശൂരത്വം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വായിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പേസ് ആണിത്. വേറെ ബുക്സ് ഒന്നുമില്ല, നമ്മുടെ സ്വന്തം ബുക്ക് കൊണ്ടുവരാം. കാരണം സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലമല്ലോ ഇത്, ഓപ്പൺ ഫോർ ഓൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആർക്കും വേണമെങ്കിലും പോവാം, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അപ്പുറത്തേക്ക് ഇറങ്ങും. ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് തുറക്കാനുള്ള പ്രൊവിൻസിൽ ഇതാണ് ഓപ്പൺ പാറ്റിയോ എന്ന് പറഞ്ഞ് ഇവിടെ ഗ്രില്ല് ചെയ്യാം, ഫ്രണ്ട്സിനായിട്ടൊക്കെ കൂടി നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇതും ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് അത്രയധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പിന്നെ എല്ലാവരും ഫ്രീ ആവാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രീ ആവാറില്ല. പിന്നെ വിന്റർ ആവുന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിരിക്കുള്ളൂ. ഓൺലി ഫോർ സമ്മറാണ്. ഇപ്പോൾ സമ്മർ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 3 മാസം ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുള്ളത് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി. പറ്റണമെങ്കിൽ പ്രോഡക്റ്റ് പിന്നെ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കില്ല. എന്തായാലും നല്ലൊരു സ്പേസാണ്, ഗ്രില്ല് ചെയ്യുക. കാരണം ഏകദേശം ഒരു ചെറിയൊരു ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
പിന്നെ മുന്നേ നമ്മൾ ഇത് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണം, ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ ഈ സ്ഥലം നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതൊന്നും മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റാനുള്ള കാരണം തിരക്കാണ്, സമയമില്ല. ഒന്നല്ലെങ്കിൽ ഹരി ഫ്രീ ആയിരിക്കൂല, അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിരിക്കൂല, ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആകുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രീ ആയിരിക്കൂല. പിന്നെ ഞങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് ഞങ്ങൾ മിക്കവാറും ടയേർഡ് ആയിരിക്കും. അപ്പൊ ടയേർഡ് ആവുന്ന സമയം മാക്സിമം ഞങ്ങൾ ഉറങ്ങാൻ, ഞങ്ങളുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ പരിപാടി ആയിരിക്കും. അതെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി ഒന്നും നടക്കാറില്ല. പക്ഷെ എന്നാലും ഇത്രയും നല്ല സ്ഥലത്ത് നിന്ന് പോണക്കാട്ടി മുന്നേ ഈ സ്ഥലമൊക്കെ നിങ്ങളെ കാണിച്ചിറന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും നിങ്ങൾ വീഡിയോ ആണ്, അടുത്ത സ്ഥലം കാണിച്ചു തരാം. അവിടെ നിന്ന് ആ ലോബി കൂടെ നടന്നു വരുമ്പോൾ തന്നെ നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ വന്നിങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി 2 ബെഞ്ച് ഇട്ടുണ്ട്, നല്ല വലിയ ചില്ല്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ കയറി വന്ന ആ ഒരു പാർക്ക് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലൊക്കേഷൻ വ്യൂ വരുന്നത്. നല്ലൊരു വ്യൂ ആണ്. അത്യാവശ്യം വിൻഡോസ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തേക്കുന്നത്. മാനേജ്മെന്റ് സംഭവങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ പക്കയാണ് സംഭവങ്ങൾ. എന്തുണ്ടെങ്കിലും നമുക്ക് അപ് ടു ഡേറ്റ് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ തരും ഇവര്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്കത് ആ എന്നും പറഞ്ഞ് എഴുതിയേക്കണണ്ട, അതാണ് ജിം ഏരിയ. പക്ഷെ ജിം ഏരിയയിൽ ആൾക്കാരുണ്ട്, ഇപ്പോൾ ഓപ്പൺഡും അല്ല. ക്ലീനിങ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പോൾ ജിമ്മിൻ്റെ അവിടെ നിന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പുറവും ഒരു സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്നൊരു മനുഷ്യനില്ല. എന്തായാലും ഇവിടെ ഇരിക്കുക. പിന്നെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗെയിം സെക്ഷൻ ആണ്. ഗെയിമിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടേബിൾ ടെന്നീസ്. പക്ഷേ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്നിട്ടാണ് ടേബിൾ ടെന്നീസ് കളിക്കാറ് സ്വപ്നത്തിൽ. കാരണം ടേബിൾ ടെന്നീസിന്റെ സാധനം മാത്രമേ ഉള്ളൂ, ഇതിനുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും കാരണം നമ്മൾ അതിന് ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ കളിക്കുന്നവർക്കാണെങ്കിൽ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴും ചെറിയൊരു ഓപ്പൺ പാറ്റി ഉണ്ട്. പക്ഷെ അപ്പുറത്തേക്ക് അത് കണക്ട് ആകുമ്പോൾ അടുത്ത ബിൽഡിംഗ് ആയിട്ട് ഇത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകണില്ല. ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഏരിയ ഒന്ന് കാണിക്കാൻ പറ്റും, ഞങ്ങൾ നോക്കി നോക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ പൂളിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ ആരെങ്ങാണ്ടൊക്കെ കുളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ച് ചമ്മലായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും നമ്മ ഇങ്ങനെ ക്യാമറയും ഫോണും ട്രൈപ്പോഡൊക്കെ പിടിച്ച് പോകണണ്ടപ്പോൾ അവർക്കും ഭയങ്കര ഒരു ഓക്വേർഡ് പോലെ. അപ്പോൾ അവരും പെട്ടെന്ന് നമ്മളെ തന്നെ നോക്കിക്കണോണ്ട് ഞങ്ങൾ എന്തായാലും അത് എടുക്കണ്ടെന്ന് വിചാരിച്ച് പൂൾ എന്തായാലും ഞങ്ങൾക്ക് ജസ്റ്റ് പൂൾ വരിക. നല്ല അത്യാവശ്യം നല്ല ജക്കൂസി ഉണ്ട്, പൂളും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനായിട്ടുള്ള അനുബന്ധിച്ചുള്ള വാഷ്റൂം കാര്യങ്ങൾ, കുളിക്കാം, ഡ്രസ്സ് മാറാം, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കാണണം. വരുന്ന സമയത്ത് ഈ അപ്പാർട്ട്മെന്റിൽ കയറി കണ്ടെങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾ ഫുള്ളായിട്ട് ഇത് ശരിക്കും കാണുന്നത്. ഒരു സമയത്ത് പൂളുണ്ട്, ജിമ്മുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതെ, ജിമ്മ് അത്രയ്ക്ക് കാര്യമൊന്നുമില്ല കേട്ടോ. ജിമ്മ് ജസ്റ്റ് ചെറിയൊരു ജിമ്മ്, ട്രെഡ്മിൽസ്, ചെറിയ കാര്യങ്ങൾ, മെഷീൻ പ്രസ്, അങ്ങനത്തെ ചെറിയ സംഭവങ്ങളുള്ളൂ. ജസ്റ്റ് ഒരു വാമപ്പിന് പറ്റിയ ജിമ്മാണല്ലോ, പ്രോപ്പർ ജിമ്മൊന്നുമല്ല. പക്ഷെ എന്നാലും പ്രോപ്പറായിട്ട് ജിമ്മിൽ പോകുന്നവർക്ക് അവിടെ പോകാത്ത ദിവസം ഇവിടെ വന്ന് വാമപ്പ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ജിമ്മാണ്. സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടാം. പക്ഷെ നല്ല ക്ലോറിൻ്റെ മണോട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട്. നല്ല ക്ലീനാണ്. പിന്നെ സ്ഥലവും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് ഇത് 5ാമത്തെ നിലയിലാണ്. നമുക്ക് നേരെ 7ാമത്തെ നിലയിൽ പോവാം. 7ാമത്തെ നിലയിൽ 709 ആണ് ഞങ്ങളുടെ റൂം. നമ്മിത് വാടകയ്ക്ക് എടുത്തേക്കുന്നത് 1 ഇയർ ലീസിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ വാടക ഏകദേശം നമുക്കൊരു 2850 കനേഡിയൻ ഡോളേഴ്സ്. പിന്നെ നമുക്ക് എക്സ്ട്രാ വൈഫൈ ഞങ്ങൾ ഒറ്റയ്ക്കാണ് എടുത്തേക്കണത്. പിന്നെ അതെല്ലാം അഡീഷണൽ എടുത്തേക്കണത് ഹൈഡ്രോ എന്ന് പറയും. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളമല്ല കേട്ടോ, കരണ്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം കൂടെ കൂട്ടിയിട്ട് $3000 അടുത്ത് $3000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഏകദേശം 1,83,000 രൂപയായിട്ട് ഒരു മാസം ഞങ്ങളുടെ വാടകയാണ്. ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഒരു 4 പേരാണ് നിൽക്കുന്നത്. ഞങ്ങൾ എടുത്തേക്കുന്നത് ഒരു 2 ബെഡ് 2 ബാത്താണ് എന്ന് പറഞ്ഞാൽ 2 ബെഡ്റൂം 2 ബാത്റൂം പിന്നെ ഒരു ഹാള് ഒരു കിച്ചൺ ആയിട്ടുള്ളതാണ്. നമുക്ക് പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ബാൽക്കണി സൗകര്യം ഇല്ല കേട്ടോ. പക്ഷേ അതിന് പകരം വലിയ വിൻഡോസാണ് റൂംസിലും ഹോൾസിലൊക്കെ കൊടുത്തേക്കണത്. നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അത്ര റെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക്. ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മതി $3000 റെൻ്റ് ആണെങ്കിൽ 1500 വെച്ചിട്ട് ഇൻക്ലൂഡിങ് ഓൾ എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയും വേർത്താണ്. പിന്നെ ഷെയറിംഗ് ആണ്, അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞാൽ ഇത്രയും നല്ല സൗകര്യത്തിൽ നിൽക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഷെയറിംഗ് പോകണം, അല്ലെങ്കിൽ അതേപോലെ പൈസ ഉണ്ടാക്കുന്നവരായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ റൂമും ഹാളും കിച്ചണും ഇതൊക്കെ കാണാം. അപ്പോൾ റൂമിലേക്ക് പോണക്കാട്ടി മുന്നേ വേറൊരു കാര്യം നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോണ്ടോസിലാണ്. ഇത് കോണ്ടോ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. കോണ്ടോ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ലക്ഷറി അപ്പാർട്ട്മെൻ്റ് ആണ് കമ്പയറിങ് ടു ഓൾ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമുക്ക് ചില അപ്പാർട്ട്മെൻറ്റ്സിൽ സിനിമ തിയേറ്റർ വരുന്നുണ്ട്. നമുക്കിവിടെ സിനിമ തിയേറ്റർ ഇല്ല. ചെറിയൊരു സിനിമ തിയേറ്റർ ആയിക്കോട്ടെ, വലുതല്ല, ഒരു 10 ഓക്യുപ്പൻസി 10 പേർക്ക് അല്ലെങ്കിൽ 12 പേർക്ക് മാക്സിമം ഇരിക്കാൻ പറ്റിയ ടൈപ്പ്
സിനിമാ തിയേറ്ററിൻ്റെ സംഭവങ്ങൾ വരുന്നുണ്ട്. നമുക്കിവിടെ സിനിമാ തിയേറ്റർ ഇല്ല, പക്ഷേ നമുക്കിവിടെ ഗെയിമിംഗ് റൂമുണ്ട്. പിന്നെ അല്ലാണ്ട് പാർട്ടി ഹാളുണ്ട്. ഒരു 10-60 പേർക്ക് നമുക്ക് പാർട്ടി കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി ഹാളുണ്ട്. പിന്നെ ഞാൻ കാണിച്ചില്ലേ നേരത്തെ ഒരു ഓപ്പൺ പാറ്റിയോ ഉണ്ട്, ഗ്രില്ല് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ജിമ്മ് വരുന്നുണ്ട്, നമുക്ക് സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് ബാക്കിൽ. ഇതൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ഉണ്ടാ. ഒന്നും ലോക്കൽ സെറ്റ് മീൻസ് അങ്ങനെ ലോക്കൽ സെറ്റപ്പ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, വൃത്തിയില്ലാണ്ടൊന്നുമല്ല. ഒക്കെ അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഇവിടെ കിടക്കണമെങ്കിൽ ഇവിടെ കിടക്കാന്നുള്ള രീതിക്കാണ്. അതേപോലെ ക്ലീനിങ് കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നോക്കണത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളുള്ളത് കൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻസ്, പിന്നെ ബിൽഡിംഗ് ലക്ഷറി ആയിട്ട് കാണിച്ചേക്കുന്നത് മെയിനായിട്ട് കോണ്ടോസ് പറയണം. ഞങ്ങളുടെ മുന്നത്തെ വീഡിയോ കണ്ടാലും അറിയാം, അതൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അത് ഇത്രയ്ക്കും ഇല്ല. ഞങ്ങൾക്ക് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വേറെ ഈ പറഞ്ഞ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ പാർട്ടി ഹാള് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാറ്റിയോസ് അങ്ങനത്തെ സ്പേസസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാം വളരെ പെട്ടെന്ന് ആക്സസിബിൾ ആണ്, സെക്യൂർഡ് ആണ്. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ക്യാമറ കാര്യങ്ങൾ, നമുക്കിവിടെ ഫ്രണ്ട് ഡെസ്കിൽ കയറി വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ത് കാര്യത്തിനും സെക്യൂരിറ്റി വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരും. അപ്പോൾ ഒക്കെ പെട്ടെന്ന് ആക്സസിബിൾ ആണ് നമുക്ക്. അപ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ കൺവീനിയൻ്റ് ആണ്. കുറച്ച് ലക്ഷറി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സെക്യൂർ ആയിട്ട് താമസിക്കേണ്ടവർക്ക് ഇത് ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. പിന്നെ വിൻ്റർ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും നല്ലത്. നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് അടിപൊളിയാണ്. വണ്ടി ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാൻ നമുക്കൊരു കുഴപ്പമില്ലാണ്ട്, മഞ്ഞ് കോരണ്ട, ഒന്നും കോരണ്ട, സുഖമായിട്ട് വണ്ടി എടുത്തിട്ട് പോകാം നമുക്ക്. അപ്പോൾ ഒരു വീട് ഒക്കെ എടുത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാനഡയിൽ ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഇപ്പോൾ ഈ ഒരു 2 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കോണ്ടോസ് ഉണ്ട് ഇതേപോലത്തെ വലിയ അപ്പാർട്ട്മെൻറ്റ്സ്, പിന്നെ ടൗൺ ഹൗസസ് ഉണ്ട്. അത് ഈ പറഞ്ഞ ടൗൺ ഹൗസസ് എന്ന് പറയുമ്പോൾ വീട് തന്നെയാണ്, പക്ഷെ എന്നാലും ഒരു 2 നില 3 നില മുകളിലേക്ക് ഉണ്ടാവും. മീൻസ് 2 നില വീടല്ല, ഒരു ടോട്ടൽ ഒരു 4 സ്റ്റോറി അങ്ങനത്തെ ഒരു രീതിക്കായിക്കുള്ള വീട് കാര്യങ്ങളൊക്കെ വരണം ടൗൺ ഹൗസസ് വരണത്. അതല്ലാണ്ട് പിന്നെ നമുക്ക് വരുന്ന അറ്റാച്ച്ഡ് ഹൗസസ് ഉണ്ട്. അറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളും ചേർന്ന് വരും. വീടുകൾ ഇങ്ങനെ ഒട്ടി ആയിക്കുള്ളൂ, പക്ഷേ 2 നില വീട് തന്നെ ആയിക്കുള്ളൂ. പക്ഷേ എല്ലാവരും ഇങ്ങനെ അതിന് അറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറയും. പിന്നെ ഡിറ്റാച്ച്ഡ് ഹൗസസ് ഉണ്ട്. ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറഞ്ഞാൽ വീടിങ്ങനെ വിട്ടിരിക്കും. വീടുകൾ തന്നെയാണെങ്കിലും അതിങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഫെൻസസിനോട് വെച്ചിട്ട് ഇങ്ങനെ മീൻസ് കവേർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. കുറച്ചും കൂടെ പ്രൈവസി ആയിക്കുള്ളൂ. ഡിറ്റാച്ച്ഡ് ഹൗസസ് അല്ലെങ്കിൽ ബംഗ്ലാവ്സിനൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് ഇവിടെ ഏറ്റവും എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നെ കോണ്ടോസാണ്. പിന്നെ കാരണം കൺവീനിയൻ്റ് ആയതുകൊണ്ട് ഇത്രയും പിന്നെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ. ഈ ഒരു കോണ്ടോസൊക്കെ ഇങ്ങനത്തെ ഒരു കോണ്ടോസൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം എൻ്റെ ഒരു ഇത് വെച്ചിട്ടൊരു 800K മിനിമം വേണം. ലൊക്കേഷൻസ് ഇതൊക്കെ നോക്കി വരും കേട്ടോ. 800 to 1 million അടുത്ത് മിനിമം വരും. അപ്പോൾ കോണ്ടോസ് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർക്ക് ഇത് എടുക്കാം, അല്ലാത്തവർക്ക് വീടെടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുടങ്ങും മഞ്ഞ് വരണം, മഞ്ഞ് വൃത്തിയാക്കണം, പുല്ല് വെട്ടണം. നിന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ അടുത്തത് നിൽക്കാൻ പോണത് ഒരു വീട്ടിലാണ്. വീട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, ബേസ്മെന്റ് ആണ്. അപ്പർ സ്റ്റോറിൽ അതിന്റെ മെയിൻ ഗ്രൗണ്ട് ഫ്ലോറിലും അതിന്റെ മുകളിലത്തെ ഇതിലും ആൾക്കാരുണ്ട്, ഓണേഴ്സ് തന്നെ താമസിക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിനി ഷെയർഡ് വേണ്ടാതെ പ്രൈവറ്റ് ആയിട്ട് പോകാന്നുള്ള ഒരൊറ്റ ഇന്റൻഷൻ കാരണമാണ് നമ്മൾ ആ ഒരു ബേസ്മെന്റ് ചൂസ് ചെയ്തേക്കുന്നത്. ബേസ്മെന്റ് ആണ്. അപ്പോൾ ഇത്രയ്ക്കും സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ റെന്റ് ഈ ഒരു റെന്റിന്റെ അടുത്ത് തന്നെ വരും. കാരണം ഞങ്ങൾ നിൽക്കുന്ന ഏരിയ സ്കാർബ്രോ അല്ലെങ്കിൽ ടൊറന്റോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് നമ്മുടെ 1500 അടുത്ത് ഏകദേശം ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം റെന്റ് വരും. പക്ഷേ ഞങ്ങൾക്ക് ഒറ്റയ്ക്കുള്ളൊരു സ്പേസ് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് മാറിയാണ്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ വിസ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു 6 മാസത്തെ ലീസിന് എടുത്തേക്കണം. ഇനിയിപ്പോൾ വിസ എന്താവില്ല എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പം അതൊക്കെ എന്തായാലും നമുക്ക് പോണ പറയാം. എന്തായാലും നമുക്ക് ഇപ്പം എന്തായാലും പോയിട്ട് നമ്മുടെ വീട് കാണാം. അപ്പം നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ മനസ്സിലായിട്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ കൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു വെച്ചോ, ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം നമ്മ 5ാമത്തെ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയിട്ട് 7ാമത്തെ ഫ്ലോറിലേക്ക് പോകുന്നു കേട്ടോ. 7ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഈ ഒരു ഒറ്റ ലോബിയിൽ ഏകദേശം നമുക്ക് 1 2 3 4 5 6 12 15 അപ്പാർട്ട്മെന്റ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലോറിൽ തന്നെ. അപ്പോൾ അതെ ഈ കാണുന്ന 709 ആണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഹരി തുറക്ക്. വെൽക്കം ടു 38 ലീസ് സെന്റർ. ഇതാണ് അപ്പം നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടുന്ന് എൻട്രൻസ് എന്ന് വന്ന് നേരെ ലെഫ്റ്റിലേക്ക് നോക്കിയാൽ ഇതാണ് എൻ്റെ കലവറ. ഇതാണ് കിച്ചൺ. കയറി വരുമ്പോൾ തന്നെ അത് എൻട്രൻസ്. ഇവിടെ നിന്ന് ചെറിയൊരു വാക്ക് വേ, എന്നിട്ട് തൊട്ടടുത്ത് തന്നെ തൊട്ടപ്പുറം തന്നെ ആയിട്ട് നല്ലൊരു ചെറിയൊരു കിച്ചൺ സ്പേസ് ആണ്. പക്ഷെ നല്ലൊരു ഇതാണ്. അപ്പം ഇവിടെ മെയിൻലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കോയിൽ. എന്തായിരുന്നടാ? കോയിലല്ല, ഇവിടുത്തെ കുക്ക് ടോപ്പ്. കുക്ക് ടോപ്പ്. പിന്നെ അതിന് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓവൻ ഉണ്ട്. ഓവൻ്റെ ഒപ്പം തന്നെ
കോയിൽഡ് ആണ് ഇത് ഇലക്ട്രിക് തന്നെയാണ് ഇത്, പക്ഷേ ഇത് കോയിൽ ടൈപ്പും ഉണ്ട്, പിന്നെ അല്ലാണ്ട് ഇൻഡക്ഷൻ ടൈപ്പും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് പക്ഷേ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം മുന്നത്തെ വീട്ടിൽ നമുക്ക് ഇത് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇനി എടുത്തേക്കണ വീട്ടിൽ നമുക്ക് ഇൻഡക്ഷൻ ടൈപ്പാണ് ഉള്ളത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതാണ് ഇന്നലെ ഉണ്ടാക്കിയ മത്തിപ്പാത്രം. പിന്നെ ഇവിടെയാണ് അരിയലും പെറുക്കലും അറിയാലോ ആസ് യൂഷ്വൽ. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു മിക്സി ഉണ്ട്, നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെയാണ്. ഒത്തിരി കബോർഡ്സ് ഉണ്ട്. ഈ കബോർഡ്സിനകത്താണ് നമ്മുടെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. അതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. കബോർഡ്സ് ഒന്നും തുറന്ന് കാണിക്കുന്നില്ല, നല്ല അലമ്പായിട്ട് കിടക്കുന്നത്. ഈ മാസം 30-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് മാറും എന്തായാലും. താഴെയാണെങ്കിലും ശരി ഒത്തിരി റാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാൻ. ഈ ഒരു സെക്ഷനിലാണെങ്കിലും വാഷ് ഏരിയ, ഇത് 2 സൈഡഡ് ആണ്, അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഒരു വീട്ടിൽ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് ഡിഷ് വാഷർ എന്ന് പറയുന്നത്. ഞങ്ങൾ കോണ്ടോസിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. മെയിൻലി എല്ലാ അപ്പാർട്ട്മെന്റ്സിലും എല്ലാ കോണ്ടോസിലും ഡിഷ് വാഷേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പാർട്ട്മെന്റ്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. നമ്മളത് അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം 2 പേര് മാത്രമേ ഉള്ളൂ, അങ്ങനെ അധികം പാത്രങ്ങൾ വരാറില്ല. പിന്നെ അതുമല്ല നല്ലോണം കറണ്ട് എടുക്കുന്ന ഒരു സാധനമാണ്. ഇതിലൊക്കെ ഏകദേശം വേറെ കണ്ട സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ വെച്ച് നമ്മൾ അങ്ങ് നിറച്ച് വെച്ചേക്കാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് തുറന്ന് കാണിക്കാൻ പറ്റുന്ന ഇതാണ് ഞങ്ങളുടെ സെക്ഷൻ. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കാണിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ ഷെയറിംഗ് ആയതുകൊണ്ട് എല്ലാം ഷെയർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കുറെ കാണിക്കാൻ. എന്നാലും നമുക്ക് കാണിക്കാം. നമ്മുടെ സെക്ഷൻ ഇതാണ്. പിന്നെ അടിയിലേക്ക് വന്നാലും നല്ലൊരു ഈ പറഞ്ഞ പോലെ ഫ്രീസർ സെക്ഷൻ അടിയിലാണ്. ഇവിടെ ഒന്നും ഈ പറഞ്ഞ പോലെ ചിക്കന്, മീന് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടേക്ക് ആര് വന്നാലും ഫുഡിന് ക്ഷാമം ഉണ്ടാവില്ല. പിന്നെ ഇപ്പുറവും നമുക്ക് നല്ല രീതിക്ക് സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മള് ഫ്രൂട്ട്സ് കാര്യങ്ങള്, എന്താ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ എല്ലാ കിച്ചൺ ഐറ്റം സാധനങ്ങളും ഫുള്ളും ഈ ഒരു കബോർഡ്സും ഞാൻ ബാക്കി കാണിച്ച കബോർഡ്സിലുമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അവിടെ കിച്ചൺ വൈസ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്ന് പറയുന്നത് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഷൂസ് ഒക്കെ വെക്കുന്നത്. ചെറിയൊരു ക്ലോസറ്റ് ഏരിയ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാനഡയിലുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ക്ലോസറ്റ് ഏരിയ ഭയങ്കര നിർബന്ധമാണ്. കാരണം വിന്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിന്റർ ബൂട്ട്സ് പിന്നെ നമ്മുടെ ജാക്കറ്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു റാക്കാണിത്. അപ്പോൾ അതെ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാനും പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഷൂസ് കാര്യങ്ങളൊക്കെ വെച്ചേക്കണം. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ജാക്കറ്റ് ഇടാറില്ല, കാരണം 2 പേരുടെ ഷൂസും കാര്യങ്ങളൊക്കെ വെക്കണ കാരണം സ്മെല്ല് ഉണ്ടാവുമെന്ന് പേടിച്ച് കഴിഞ്ഞിട്ട് ജാക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കുള്ളൂ. ഇവിടെ നിന്നാണ് ഞാൻ കുറേയൊക്കെ എൻ്റെ ഷോ നടത്താറ്. കാരണം നല്ലൊരു ഫുൾ ലെങ്ത് കണ്ണാടിയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫുൾ ബോഡി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതേ പിന്നെ ഈ കാണാണ് നമ്മുടെ ഹാള്. അപ്പോൾ അതെ കിച്ചണിൻ്റെ ഒരു ഏരിയ ക്ലോസറ്റ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ്. കാരണം കഴിഞ്ഞ ഞങ്ങളുടെ ഹോം ടൂറിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഞങ്ങളുടെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു കട്ടിലും ഒരു ബെഡ്റൂമാണ്, അതും മര്യാദക്കല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നല്ലോണം പൈസ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ 2 കൂട്ടരും കൂടെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്ക്. സോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മതേ ഇവിടെ നമ്മുടെ മൈക്രോവേവ് ഓവൻ കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടെ സ്പേസ് കുറയുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആ പെട്ടി തന്നെ പുതിയ ഞങ്ങളുടെ ഓവനാണിത്. അപ്പോൾ ഞങ്ങളുടെ മീൻസ് ഷെയർഡാണ് ഇത്. അപ്പോൾ ഞങ്ങളുടെ ഓവനാണിത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ തന്നെ പെട്ടിയുടെ മുകളിൽ ഞങ്ങൾ ഓവൻ വെച്ച് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഓവൻ ഇല്ലായിരുന്നു. നമുക്ക് പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ഇവിടെ എന്ത് സാധനം ഉണ്ടാക്കി നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കണത്. അപ്പോൾ പെട്ടെന്ന് എടുത്ത് ചൂടാക്കി കഴിക്കാൻ വേണ്ടി നമുക്ക് ഈ സാധനം ഇവിടെ നിർബന്ധമാണ്. പിന്നെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ദിസ് ഈസ് മൈ ടി വി. അത് ഞാൻ ഇതോടെ പറയും ഇതാണ് എൻ്റെ ടി വി. ഈ പറഞ്ഞ പോലെ ഞാൻ ആറ്റുനോറ്റ് അത്യാവശ്യം നല്ല പൈസ ഇറക്കി വാങ്ങിച്ച ഒരു 55 ഇഞ്ചിൻ്റെ ഹൈസെൻസിൻ്റെ നല്ല UHD ഒരു മനുഷ്യന്റെ എന്താ പറയാ ജീവിത സാഫല്യം. നാട്ടില് ഈ പറഞ്ഞ പോലെ എത്രയും വലിയ ടി വി ഉണ്ടായിട്ട് അതൊന്നും കാണാണ്ട് കാനഡയിൽ വന്നപ്പോൾ പൂതി കൊണ്ട് വാങ്ങിച്ചാണ്ട്. പക്ഷെ ഇത് വേണത് ഇവിടെ അങ്ങനെ വരണം. അത്യാവശ്യം റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ടിരിക്കാൻ പറ്റണമെങ്കിൽ പാട്ടൊക്കെ ഞാൻ സ്പീക്കറായാലും മതി. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ കണ്ട് പാട്ടൊക്കെ വെച്ച് റിലാക്സ് ആയിട്ടിരിക്കണം. ഞാൻ അങ്ങനെ ഇരുന്നിട്ട് എനിക്കിങ്ങനെ നല്ല വിശാലമായിട്ട് കാണാൻ ആഗ്രഹമായിരുന്നു. അങ്ങനെ ടി വി എന്തായാലും വാങ്ങിച്ചു. ഇത് നമ്മുടെ സ്വന്തം ടി വി ആണ്. ഇതെന്തായാലും അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകും. ടേബിൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഹരി വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് തന്ന കുറേ മിനിയേച്ചർ കാർസ് ഉണ്ട്. നല്ല ലെംബോസ് ഉണ്ട്, പിന്നെ മസ്താങ് ഉണ്ട്, പിന്നെ ഒരു മിലിറ്ററി വെഹിക്കിൾ ഉണ്ട്, എന്തൊക്കെയുണ്ട്. നല്ലൊരു കിഡിലൻ ജീപ്പ് ഉണ്ട് നമ്മുടെ അടുത്ത് ഇവിടെ. നല്ല അടിപൊളി വില്ലീസിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമുക്കിവിടെ. പിന്നെ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്, ചെറിയൊരു ഷോക്കേസ് ഐറ്റം ഇവിടെ സൈഡിൽ വെച്ചേക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതല്ലാണ്ട് ഗിറ്റാറൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഗിറ്റാർ ഞാൻ വായിക്കും. വലിയതായിട്ട് വായിക്കും. കേൾക്കണം നിങ്ങൾക്ക്? വേണ്ട അവിടെ ചെക്ക്. അപ്പോൾ ഗിറ്റാർ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വരണം. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തത്, മീൻസ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാണ് ഞാനിത്. ഇവിടെ എന്തിനാണ് അതിന് പറയണത്? ത്രിഫ്റ്റ് സ്റ്റോർ. മീൻസ് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു കടയിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഭംഗി കണ്ടിട്ട് ഞാൻ അതേപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചിങ്ങനെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വീട് നല്ല രസം ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ പഴയ എയർ ഫ്രയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പഴയ ടേബിള് പഴയ ടേബിള് നമുക്ക് ഈ ടേബിൾ ഈ പറഞ്ഞ കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ സാധനം നമ്മൾ ഇവിടേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നല്ല അവിടെ നല്ല വിശാലമായി, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ കോണ്ടോസിൽ നമുക്ക് ബാൽക്കണി ഇല്ല. അതെ, ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയൊരു ചില്ലാതെ വന്നേക്കണം. അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്രയും വലിയ ചില്ലായതുകൊണ്ട് നല്ലോണം വെളിച്ചുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഞങ്ങൾക്ക് നല്ല വിശാലമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഈ വിൻഡോ ഇപ്പം നല്ല രീതിക്ക് അഴുക്ക് പിടിച്ചിരിക്കുന്നു. വേറെ ഒന്നുമല്ല, വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുവരെയും ക്ലീനിങ് ചെയ്തിട്ടുള്ള ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ. പക്ഷേ വിഷയമില്ല, എന്നാലും അതൊക്കെ ചെയ്തോളും. അതിനും കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് നോക്കിയിരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്ന നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നല്ലൊരു വൈബാണ് ഇവിടെ വന്നിരുന്നിട്ട് വായി നോക്കാം. അതെ, ഇവിടെ വന്നിരിക്കാം, ഒരു ചായയൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് പതിയൊരു പാട്ട് ടി വിയിലൊക്കെ വെച്ച് പുറത്തേക്ക്. പക്ഷെ ഇവിടെ മഴ അധികം പെയ്യൂല, അതുകൊണ്ട് നമുക്ക് മഴ അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും പുറത്തേക്ക് നോക്കിയിരിക്കാൻ വേണ്ടി ഇതാണ്. വളരെ റയറായിട്ടുള്ള കിട്ടുന്ന സമയമുണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂസ്. അതിൻ്റെ അപ്പുറം തന്നെ വലിയൊരു കോമ്പൗണ്ട്, ചില്ല് നല്ല വൃത്തിയായിട്ടാണ്, കാര്യമാക്കേണ്ട വിൻഡോ ക്ലീനിങ് നടക്കുന്നുള്ളൂ. അപ്പുറം കൊണ്ടിട്ട് വേറെ കോണ്ടോസ്. അപ്പോൾ അതെ, ഇവിടെ നിന്ന് ലിവിങ് സ്പേസ് ഇത് കണ്ട മൊത്തത്തിൽ കിച്ചൺ, നമ്മുടെ ലിവിങ് സ്പേസ് ഇത്രയും. ഇനി ഈ സൈഡിൽ ഞങ്ങളുടെ റൂം, ഈ സൈഡിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റൂം, അങ്ങനെ രണ്ട് സൈഡിലായിട്ടുണ്ട്. അതും നല്ല പ്രൈവസിയാണ് ഞാൻ നോക്കിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറി വന്നപ്പോൾ നമ്മുടെ റൂമിലാണെങ്കിൽ അധികം സൗണ്ട് ഇവർ എഫക്റ്റ് ചെയ്യില്ല, ഇവരുടെ റൂമിലെ ഇതാണെങ്കിലും നമുക്ക് എഫക്റ്റ് ചെയ്യൂല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുള്ളപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നീക്കണം. പിന്നെ നമുക്കിത് ഇവിടെ അത്യാവശ്യം നമ്മുടെ വാക്യൂം സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം അതെന്താണ് ഞാൻ പറഞ്ഞുതരാം വാക്യൂം എന്തിനാണ് കാണിച്ചേക്കണമെന്ന്. ഇതാണ് നമ്മുടെ സോഫ. ഇതും ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എടുത്തതാണ്. കുഴപ്പമില്ലാത്തൊരു സോഫയാണ്. അത്യാവശ്യം ഈ പറഞ്ഞാൽ 3 പേർക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ അറ്റ് എ ടൈം 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ എന്തായാലും നമുക്ക് നല്ലൊരു ടീപ്പോയി ഉണ്ട്, കുഞ്ഞ് ടീപ്പോയി ഉണ്ട്. നല്ലൊരു മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ സാധനം ടെമൂന്ന് വാങ്ങിച്ചാണെന്ന് പറഞ്ഞാൽ കാനഡയിലുള്ള വിശ്വസിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം ഒരു 38 ഒരു എനിക്ക് തോന്നുന്നു ഒരു $40 to $50 ഉള്ളിൽ കിട്ടിയൊരു മാറ്റ് ഉണ്ട്. നല്ല അടിപൊളി സ്മൂത്ത് സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ വാക്യൂം വാങ്ങിച്ചു. ഈ വാക്യൂം ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഞങ്ങൾ സെറ്റാക്കിയാണ്. പക്ഷെ ഞങ്ങളുടെ വീടിനനുസരിച്ച് നല്ല ഒതുക്കമുള്ള എല്ലാ ഞങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു സമാധാനം ഉണ്ട് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റൂമും ബാത്റൂമും ഒന്നും കാണിക്കാനുള്ള ഇവിടെ ഞങ്ങൾ നല്ലൊരു കർട്ടൻ മറച്ചിട്ടുണ്ട്, കാരണം പ്രൈവസിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഡ്രയർ ലോണ്ടറി ഏരിയ വരുന്നത്. നമുക്ക് ഡ്രയറും ഉണ്ട്, വാഷറും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു റൂമാണ്. ഇതാണ് അവരുടെ റൂം, കുറച്ച് കുഞ്ഞ റൂമാണ്. ഇതാണ് ഇവരുടെ വാഷ്റൂം. ഇത് നമ്മുടെ ഡ്രയർ, ഇത് നമ്മുടെ വാഷർ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻ യൂണിറ്റാണ്. നമുക്ക് അപ്പോൾ എപ്പോഴാണെങ്കിലും യൂസ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. പിന്നെ ഏറ്റവും ഹൈലൈറ്റ്, ഇതിൻ്റെ ഓണേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും പുതുപുത്തൻ സാധനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. നമ്മളായിട്ട് ഇവിടെ അലപ്പാക്കിക്കണത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര എന്തായാലും കണ്ടെന്ന് വിചാരിച്ച് നല്ല അടിപൊളി ഫ്ലോറിംഗ് ഒക്കെയാണ്. ഈ പറഞ്ഞ സ്ക്രാച്ച് ആ സംഭവങ്ങളാ ഒന്നുമില്ല, ഒക്കെ നല്ല വൃത്തിയാണ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. അതെ, ചെരുപ്പൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഊരിയിട്ടിട്ട് ആ റൂമിലേക്ക് സെപ്പറേറ്റ് ചെരുപ്പുണ്ട്. വേറെ ഒന്നുമില്ല, മാറ്റാണ്. നമുക്ക് നല്ലൊരു കാർപ്പറ്റ്, ഫിക്സ്ഡ് കാർപ്പറ്റാണ്. ഫിക്സ്ഡ് മാറ്റ് എന്നൊക്കെ പറയുക. പക്ഷേ നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്, ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുമാണ് ചില സമയത്ത്. കാരണം അഴുക്കായി കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടൈപ്പുള്ള വാഷർ വിത്ത് വാക്യൂം എന്നുള്ളതൊക്കെ പറഞ്ഞ വേറെ എന്തോ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും നമ്മുടെ അടുത്തില്ല. ചിലപ്പോൾ ഓണേഴ്സ് ഇനിയിപ്പോൾ നമ്മൾ മാറുമ്പോൾ ചെയ്യുമായിരിക്കും അടുത്ത ആൾക്കാർക്ക് കൊടുക്കുന്നതിന് മുന്നേ. പക്ഷേ അല്ലാണ്ട് വിൻ്റർ സമയത്തൊക്കെ ഈ പറഞ്ഞാൽ നല്ല പഫി ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നല്ല വിശാലമായ വിൻഡോസ് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ബെഡിൽ കിടന്നിട്ട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ കോണ്ടോസും കാണാൻ പറ്റും, പുറത്തുള്ള ആ ഒരു സംഭവങ്ങളും ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ടാണ് ഈ ഒരു ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്.
ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഞങ്ങൾ ഇതുവരെ താമസിച്ച ബെഡ്റൂം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് എല്ലാം ഒതുങ്ങുന്ന, മീൻസ് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ചക്കിയും ചൊക്കനും. നമ്മുടെ വെഡിങ് ഫോട്ടോസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കോൺവൊക്കേഷൻ്റെ വീഡിയോ കൊണ്ട് അവർക്കറിയാം, അതിന് ഗിഫ്റ്റ് കൊടുത്താണ്. ഇതല്ലാണ്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നെ ഇത് നമുക്ക് ഇവിടെ നമ്മൾ മേടിച്ച ഒരു ടേബിളാണ്. നമുക്ക് ലൈറ്റ് ഉണ്ട്, ടേബിൾ ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റ് ഉണ്ട്. കാരണം നമുക്ക് ഇവിടെ ഒരു ഒറ്റ ലൈറ്റ് വരണുള്ളൂ ഈ റൂമിൽ. ഓഫ് ചെയ്തത് അങ്ങനെ. പിന്നെ നമ്മുടെ ടേബിൾ കാര്യങ്ങൾ എല്ലാ കച്ചറ ഐറ്റംസ് അതിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഒരു കസേര എടുത്ത് റൂമിൽ കിട്ടുന്നുണ്ട്. നമുക്ക് വേറെ കസേര ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടെയാണ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ സെറ്റപ്പ്. പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ കച്ചറ സാധനങ്ങളാണ് കൂടുതൽ ഇരിക്കുന്നത്. അതെ. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ലൊട്ടിലൊടുക്ക എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ, എൻ്റെ ലിപ് ബാം കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉള്ളതെന്നുള്ളത്. നമുക്ക് ഈ കോണ്ടോയില് ഞാൻ പറഞ്ഞ പോലെ ഒരെണ്ണം കോമൺ വാഷ്റൂമാണ്. പക്ഷേ കോമൺ വാഷ്റൂം ഞങ്ങൾ യൂസ് ചെയ്യാനുള്ള ആ ബെഡ്റൂമിലുള്ളവരാണ് കോമൺ വാഷ്റൂം യൂസ് ചെയ്യുന്നത്. കാരണം അവർക്കെന്നുള്ള രീതിക്ക്. അപ്പോൾ അവർക്ക് ഒരു 1 ബെഡ് 1 ബാത്ത്. നമുക്കിവിടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും. ചെറിയൊരു ഏരിയ കേട്ടോ, ചെറിയൊരു മേക്കപ്പ് സ്പേസ് എന്നിട്ടാ പറയണത്. അതേപോലത്തെ ഒരു ചെറിയൊരു സ്പേസ്. കാരണം വാഷ്റൂമാണ് ഈ മൂലക്കല്. വാഷ്റൂം എന്തായാലും ഞാൻ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട്. വാഷ്റൂം എന്തായാലും ഇവിടെ ഞാൻ പിന്നെ പറയാറില്ലേ, നമുക്ക് ബാത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്ത് ഉണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം സംഭവങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം ടൂർ കാണിക്കണ്ട. നമുക്കത് ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ക്ലോസറ്റ് എന്ന് പറയും. ഇങ്ങോട്ട് വാ, ഇവളെല്ലാ വീഡിയോക്ക് ഇതേപോലെ മുന്നിലേക്ക് വരുന്നതാണ്. ഞാൻ അതൊന്നും അതിൻ്റെ അധികം ഡീറ്റെയിൽഡ് കാണിക്കുന്നുണ്ട്. നമ്മുടെ നല്ല ക്ലോസറ്റ് ആണത്. കാരണം അത്യാവശ്യം നമ്മുടെ എല്ലാ കച്ചറ സാധനങ്ങൾ, ഡ്രസ്സ്, സംഭവങ്ങൾ, പെട്ടി ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വലിച്ചു വാരിട്ടേക്കുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്, അടിപൊളിയാണ്. അതുകൊണ്ട് പിന്നെ അതല്ലാണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ തുറക്കില്ല. നമുക്ക് നല്ലൊരു ഷെൽഫ് ഉണ്ട്. ഷെൽഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ, ഡോർ കൊടുത്തേക്കുന്നത് ഷെൽഫിന്. ഇങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാലും കണ്ടോ അതിന്റെ ഉള്ളിലും ഷെൽഫ് കാര്യങ്ങളൊക്കെയാണ്, വെള്ള തുണികൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതെന്തായാലും കാണിക്കണം. ഇതാണ് നമ്മുടെ റൂം. നമുക്ക് അത്യാവശ്യം ഒരു ടേബിൾ ഫാൻ വെച്ചിട്ടുണ്ട്. പിന്നെ AC ഉണ്ട് നമുക്കിവിടെ. ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ പുതിയ ബെഡ് കാര്യങ്ങൾ വാങ്ങിച്ചിരുന്നു. കട്ടിൽ നമുക്ക് ഓൾറെഡി ഇത് കഴിച്ച് പറക്കി കൊണ്ടുപോകാൻ പറ്റും. അടുത്ത വീട്ടിൽ ഇതേപോലെ കൊണ്ടുപോയി സെറ്റ് ചെയ്യേണ്ടതാണ്. നല്ല വിശാലമായ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വിൻഡോ ഇവിടെ ഇത്രയും രീതിക്ക് തുറന്നിടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊന്നും പറ്റില്ല. കാരണം കാറ്റടിക്കണതുകൊണ്ട് എല്ലാം തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാവും. അതുകൊണ്ട് കുറച്ച് തുറക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മുടെ പാർക്കിൻ്റെ സൈഡ്. അതെ, ആ പാർക്കിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അവിടെ നിന്നാണ് നമ്മൾ കയറി ഇങ്ങനെ നമ്മുടെ റൂമിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളുടെ സോഫയിൽ വന്നിരുന്ന് ഇന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഷിഫ്റ്റ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. മെയിൻലി വീട്ടിലാളുള്ളത് പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഷെയറിങ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. കാരണം അവരുടെ കംഫർട്ടബിൾ നമ്മൾ നോക്കണം. പിന്നെ ഞങ്ങളുടെ ടൈമിങ് നോക്കണം. ഇപ്പോൾ എനിക്ക് പണിയുള്ളപ്പോൾ ഹരിക്കുണ്ടാവില്ല, ഹരിക്കുള്ളപ്പോൾ എനിക്കുണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ട് വരണതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കണ കാര്യമൊന്നും നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യാത്തത്, വീഡിയോ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്യാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പിന്നെ ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഷെയറിങ്ങിൽ താമസിക്കുമ്പം നമുക്ക് ആ ഒരു കംഫർട്ടബിൾ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ടുള്ള ദിവസമാണെങ്കിലും ചിലപ്പോൾ അവർക്കും മുടക്കായിക്കുള്ളൂ. അപ്പോൾ അവരും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് പുറത്തിറങ്ങി ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്നല്ല, പുറത്തിറങ്ങി അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് വീഡിയോ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം പ്രൈവസി ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഫ്രണ്ട്സ് ഒന്നുമല്ല. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാം കൺസിഡർ ചെയ്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇതാക്കണം. നമുക്ക് ഇപ്പോൾ സ്വന്തം വീടൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാനിങ്. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു ബേസ്മെൻ്റാണ്, 1 ബെഡ്റൂം ബേസ്മെൻ്റാണ്. നമുക്ക് ഹാള്, കിച്ചൺ, ബാത്റൂം, ബെഡ്റൂം ഒക്കെ നമ്മുടെ പ്രൈവറ്റ് ആണ്. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബേസ്മെൻറ്റ് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ ഒരു പ്ലാനിങ് പറഞ്ഞാൽ ഈ ഒറ്റയ്ക്കാവുന്ന സാഹചര്യത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീഡിയോസ് എടുക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ. അപ്പോൾ എന്തായാലും പോണക്കാട്ടി മുന്നേ ഈ ഒരു ഇത്രയും നല്ലൊരു കോണ്ടോയിൽ താമസിച്ചത് ഞങ്ങൾക്കും എന്തായാലും മിസ് ചെയ്യും. വീഡിയോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ കാണാൻ നമുക്കതൊരു സന്തോഷമൊക്കെയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും ടൈം നോക്കി എടുത്തത്. ഇന്നിപ്പോൾ പണി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വൈകുന്നേരം ഏകദേശം ഒരു 4 ഇറങ്ങണം. രാത്രി 10 മണി 2.
ഒരു 4-5 മണിക്കൂറിൻ്റെ പണി രണ്ടുപേർക്കുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ഞങ്ങൾ എനിക്കിന്ന് കുളി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് പതിയെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. ഉച്ചയ്ക്ക് ആയതുകൊണ്ട് വേറെ ഇപ്പോൾ അവർ പണിക്ക് പോയതുകൊണ്ട് റിലാക്സ്ഡ് ആണെന്ന് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഹോം ടൂർ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏകദേശം. അപ്പോൾ സെപ്റ്റംബറിൽ നമ്മൾ അടുത്ത വീട്ടിലേക്ക് മാറും. അതുമാത്രമല്ല സെപ്റ്റംബറിൽ 2 വർഷമാവും. 2 വർഷമായി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യട്ടെ. കാനഡയിൽ വന്നിട്ട് 2 വർഷം കൊണ്ട് എന്തൊക്കെ മനസ്സിലായി, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ രണ്ടുപേരും ചെയ്യണേക്കുള്ളൂ. പതിയെ ഒരു പാർക്കിലൊക്കെ പോയിരുന്നിട്ട് പിന്നെ സെപ്റ്റംബറിൽ ഞങ്ങളുടെ രണ്ടുപേരും വിസ എക്സ്പയർ ആവുകയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ ഡീറ്റെയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കുറേ നിയമങ്ങളിലെയും കാര്യങ്ങളിലേക്കെ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് വിസ എക്സ്പയർ ആവും സെപ്റ്റംബറിൽ. പിന്നെ ഞങ്ങൾ അപ്ലൈഡ് സ്റ്റാറ്റസിലേക്ക് പോകും. എന്നിട്ട് അപ്ലൈഡ് സ്റ്റാറ്റസ് പിന്നെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കാനഡയിൽ. അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഞങ്ങൾ കാനഡ വിടുന്നത് അല്ലെങ്കിൽ നാട്ടിലെത്തി എന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിൽ ഒന്ന് ശല്യം ചെയ്താൽ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. മാക്സിമം ഞങ്ങൾ ചെറിയ വീഡിയോസ് എങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ട്. ബ്ലോഗ് അല്ലെങ്കിലും കപ്പിൾ വീഡിയോസ് ഉള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്തോ. ഞങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഫോട്ടോസ് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.